ഗൈസ് ഹെക്സ് മീ ഡാനി കൂടെ നമ്മുടെ അരവിന്ദുണ്ട്. ഞങ്ങൾ ഇന്ത്യൻ ടു കണ്ടിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ എല്ലാവരും റിവ്യൂ ഒക്കെ ഇട്ട് നമുക്കെന്നാൽ ഏറ്റവും അവസാനം ഇടാന്ന് കരുതി. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ട്രെൻഡിങ് ആ ഇട്ട അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയണ്ടേ. ഓക്കെ, അപ്പം പടം കണ്ടു. ആദ്യം തന്നെ റേറ്റിംഗ് പറയാം. ഞാൻ 7 കൊടുക്കും ഈ പടത്തിന്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിന് വല്ല വട്ടോ ഓളോ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. ഇത് പടം കംപ്ലീറ്റ് ആയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു പടം കണ്ടിട്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് കണ്ട് തീർന്ന ആ ഒരു രീതി മാത്രമേ ഈ പടം വന്നിട്ടുള്ളൂ. 2025 അതിൻ്റെ തേർഡ് പാർട്ട് എന്തായാലും ഉണ്ട്, അതെന്തായാലും കാണണം. അത് കണ്ടാലേ ഈ പടം കംപ്ലീറ്റ് ആകത്തുണ്ട്. ഈ പടത്തിൽ തന്നെ കുറേ കാര്യങ്ങൾ പെൻഡിങ് ആയിട്ട് അവർ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്തായാലും നിനക്ക് തോന്നിയ കാര്യം പറയടാ. അതിനകത്ത് എന്താ പോരായ്മ നിനക്ക് തോന്നിയ? ഏറ്റവും എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഹൈ സെക്യൂരിറ്റി ആയിട്ട് അതിനകത്ത് രണ്ടാമത് ഗുജറാത്തിൽ വെച്ചൊരു പുള്ളിയെ കൊല്ലുന്ന സീനില് അപ്പൊ അതിനകത്ത് ഭയങ്കര ഹൈ സെക്യൂരിറ്റി. അപ്പോ കമലഹാസൻ ഇങ്ങനെ വന്നിട്ടില്ല, ഒരു ഗോൾഡ് കോയിൻ ഇങ്ങനെ എറിഞ്ഞിട്ട് ആ ഹൈ സെക്യൂരിറ്റി ഡോറ് പുള്ളി പിടിച്ച് നിർത്തി അതിനകത്ത് കയറി പുള്ളിയെ കൊല്ലുന്ന സീനുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രക്ഷയില്ല. ആ ഒരു നാണയം കൊണ്ടാണ് പുള്ളി അത്രയും വലിയ ഹൈ സെക്യൂരിറ്റി ഡോറ് പുള്ളി പിടിച്ചു നിർത്തി. അതുപോലെ തന്നെ പുള്ളിയുടെ മർമാണി കഥ, അവിടെ കുത്തിയ കുതിരയാവും, ഇവിടെ കുത്തിയ പിന്നെ കിളിയാവും, പരുന്താവും, തത്തയാവും, തവളയാവും, പിന്നെ വേറെ 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 പല ടൈപ്പ് കാര്യങ്ങളുണ്ട്. വായി കൂടെ വെള്ളം ചാടും, പല ടൈപ്പ് മർമാണിയുണ്ട്. നമ്മളൊന്നും പഠിച്ചിട്ടില്ല. ചിലപ്പോ പുള്ളി മറ്റേ എവിടെ ജാപ്പനീസ് കൊറിയയിലൊക്കെ പോയി കിടന്ന് പഠിച്ച പോലെയൊക്കെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതൊക്കെ ഒന്നും എടുത്തു കളയേണ്ട കുറച്ച് സംഭവമായിരുന്നു. ഇന്ത്യൻ ഫസ്റ്റൊക്കെ വെച്ച് നോക്കുമ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെറുതെ എടുത്തിട്ടേക്കുക. സത്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച്. പിന്നെ എന്തുവാ വേറെ ഈ സിനിമ പുള്ളിക്കാരനെ ഒരു ഈ പറയുന്ന പോലെ പുള്ളി ഒരു ലെജൻഡ് ആക്കി വെച്ചിട്ട് പുള്ളി ഒരു സൂപ്പർ ഹീറോ ആയിട്ട് 2024 കൺവേർട്ട് ചെയ്ത് കാണിക്കുന്നു. എടാ, ഈ 2024 എന്ന് പറയുമ്പോഴും 6-7 വർഷം മുമ്പ് തുടങ്ങിയ ഷൂട്ടിംഗ് ആണ്. ഈ ഷൂട്ടിംഗ് സമയത്ത് 2 ആൾക്കാർ മരിച്ചു പോയതൊക്കെയായിരുന്നു. പിന്നെ ശങ്കറിന്റെ ഭാഗത്തെ കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ ഈ പടം ഷൂട്ട് തുടങ്ങിയ സമയത്ത് നിർത്തി നമ്മുടെ റാം ചരണിന്റെ പടത്തിലോട്ട് പോയി, കമലഹാസൻ വിക്രത്തിലോട്ട് പോയി. പറയാൻ മനസ്സിലായോ? പിന്നെ ഇതിനകത്ത് സിദ്ധാർത്ഥിന്റെ കുറച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ട്. ഇല്ല ഷോർട്ട് ഫിലിം എടുത്ത് വെച്ചിരിക്കുന്ന പോലെ എന്ന് വെച്ചാൽ ഒന്നും അങ്ങോട്ട് മാച്ച് കണക്ഷൻ ഇല്ലാത്ത. ഇത് എനിക്ക് തോന്നുന്നു ശങ്കർ മനഃപൂർവ്വം ഇത് നെഗറ്റീവ് ആക്കിയതാണോ എനിക്ക് തോന്നിപ്പോവാ സത്യത്തില. കാരണം ശങ്കറിനെ പോലെ ഒരാൾ ഇങ്ങനെ എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്ത ഈ എഡിറ്റിങ്ങിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഇതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. VFX എന്തോ കാണിച്ചു വെച്ചേക്കുവാന്ന് ഒരു പിടിച്ചു. സ്റ്റോറി ഉണ്ടല്ലോ, നീ പറ. അത്യാവശ്യം സ്റ്റോറി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ അതൊരു 60% പറഞ്ഞ പോലെ സിനിമയായിട്ടുണ്ട്. ബട്ട് അത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള കണ്ടന്റ് കിട്ടുന്നില്ല, കാര്യങ്ങളില്ല. സീരിയസ്ലി അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ആ കുറച്ച് കാര്യങ്ങൾ ഇന്ത്യൻ 3 പിടിച്ച് കയറ്റിയ പക്കയായിരിക്കും. ബീജിയത്തിന്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ ആ സ്റ്റെപ്പിന്ന് ഇറങ്ങി വരുന്നുണ്ടല്ലോ, ഇലക്ട്രിക്കൽ സ്കേറ്റ് ബോർഡ്, അത് പോരായിരുന്നു. ആ ഒരു ഇത് അതാ ഞാൻ ആലോചിക്കുന്നത്. അതെന്തോ അതിനകത്ത് കാണുന്നു. പുള്ളി ആ സാധനം ഒരു കൊച്ചു ചെറുക്കൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു, അത് ഓക്കെ. പുള്ളി അതിൽ കയറുന്നു, അതും ഓക്കെ. ഒരു ബുള്ളറ്റ് ആ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് പുതിയ വല്ല സംഭവമാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കെൻ്റെ പേര് പോലും അറിയത്തില്ല. ഇലക്ട്രിക്കൽ സ്കേറ്റ് ബോർഡ് എന്ന് പറയാം. ഈ ഒരു സാധനം അത്രയും CC ഉള്ളൊരു ബുള്ളറ്റിൽ ആ ബുള്ളറ്റിന് അതിനെ പിടിക്കാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ ഹൈലൈറ്റ്. രണ്ടാമത്തെ കാര്യം, ഇത് ഉപയോഗിച്ച് പുള്ളി വന്നിട്ട് പുള്ളി തന്നെ എന്തോ ഇന്ന് ഒരു ലോറിയുടെ അടിയിൽ കൂടെ ഇറങ്ങുന്നു. അതും പോട്ടെന്ന് വെക്കാം. 2 ലോറി, ഒരു കാർ ഒരു ലോറിയുടെ വരുമ്പോ പുള്ളി 360 കറങ്ങി അതിന്റെ അടിയിൽ കൂടെ കയറി മെട്രോക്കകത്ത് കയറും. അതൊക്കെയാണ് പച്ചക്കറി കടയുടെ ഇടയിൽ കൂടെ ഒക്കെ പുള്ളി വണ്ടി ഓടിച്ചു പോകുന്ന സീനൊക്കെ ഉണ്ട്. അതൊരു 10-15 മിനിറ്റ് ഉണ്ടായിരുന്നു തോന്നുന്നില്ല ആ ഒരു ഇത്. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റിന്റെ കാര്യം പറയാൻ വെച്ചാൽ ഓട് തല്ലി പൊട്ടിക്കുന്ന പോലെ കുറെ ഗ്ലാസ് ഒക്കെ പൊട്ടിക്കുന്ന ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള് മാറ്റി നിർത്തിയ ആ ഒരു ഫൈറ്റ് അത്ര നല്ല അടിപൊളിയായിട്ടൊക്കെ ഇന്ത്യൻ കണ്ടവർക്കറിയാം. അതിനകത്തെ ഫൈറ്റും കാര്യങ്ങളും ഒക്കെ ഈ നമ്മൾ ഈ ഓടൊക്കെ വെച്ചു കൊടുക്കത്തില്ല ഈ കരോട്ട് പിടിക്കുന്ന ആൾക്കാർക്ക് പൊട്ടിക്കാൻ വേണ്ടി, അതുപോലെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഓരോ സീക്വൻസിൽ ആ
ഗ്ലാസ് ബൗൾ ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്ന അടിക്കാൻ വേണ്ടി രണ്ട് കയ്യിലും ഇങ്ങനെ രണ്ടായിട്ട് തെറിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ ഈ പടത്തിൽ വില്ലനില്ല. ഈ ഒരു പടത്തിൽ മെയിൻ വില്ലൻ അത് എസ് എ സൂര്യനാണ്. അത് തേടിലെ അത് അതിന്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ആ പുള്ളിക്കാരനാ വില്ലെന്ന്. നമ്മുടെ നെടുമുടി വേണുവിന്റെ മോനായിട്ട് ബോബി സിംഹ വരുന്നത്. പുള്ളി ആ വില്ലൻ എന്ന് പറയുന്നുണ്ട്. പുള്ളി വില്ലനായിട്ടൊന്നും കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പടം എന്തായാലും നിങ്ങൾ 2025 ഇന്ത്യൻ 3 കാണുമ്പോഴേ ഇത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇപ്പം നെഗറ്റീവ് അടിക്കുന്നതിന് എനിക്ക് ഉറപ്പുണ്ട് ആ സമയത്ത് പോസിറ്റീവ് ആവും. കാരണം പടം ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ കിടക്കുന്നുണ്ട്. നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ പേരൻസിൻ്റെയും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ മൂവി പോയി കാണണം തീർച്ചയായിട്ടും. കൺക്ലൂഷൻ ഉണ്ട് അതിൽ. ഉണ്ട്. സിദ്ധാർത്ഥിന്റെ അമ്മ മരിക്കുമ്പം ഇന്ത്യൻ കഥയൊന്നും പറയേണ്ടത് ഉള്ള സംഭവമൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടണം. അതൊക്കെ നിങ്ങൾ പോയി കണ്ടേ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാ എന്താ യൂട്യൂബേഴ്സിന്റെ കാര്യങ്ങൾ ഇപ്പോൾ 40 വയസ്സുള്ള സിദ്ധാർത്ഥാണോ അവനെ കണ്ടാൽ എത്ര വയസ്സ് പറയും അല്ലേ? അയാൾക്ക് എത്ര നീ പറ, സിദ്ധാർത്ഥിനെ കണ്ടിട്ട് എത്ര പറയും? ഒരു 10, 25, 27 വയസ്സേ പറയത്തുള്ളൂ. ഓരോരുത്തരൊക്കെ ഇരുന്ന് ട്രോളെന്ന് കാണാം ചില റിവ്യൂവേഴ്സസ് ഒക്കെ. അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ ശശാങ്ക് ബ്രോ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഐട്യൂൺസിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. അത് 2019 ശരിയാണ്, സ്റ്റോപ്പ് ചെയ്ത സംഭവമാണ്. ഈ പടം ഷൂട്ട് തുടങ്ങിയിട്ട് 6 ഞാൻ വിചാരിച്ച 7-8 വർഷം മുമ്പ് ഷൂട്ട് തുടങ്ങിയ പടമാണ്. പിന്നെ കുറേ കാര്യങ്ങൾ അവർ എഡിറ്റിങ്ങിലൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ട്വിറ്ററിൻ്റെ ലോഗോ മാറ്റിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. പിന്നെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ തമ്മനയുടെ കാവാലയ പാട്ടൊക്കെ അതിനകത്ത് ഒരുത്തൻ ഇങ്ങനെ ചുമ്മാ വാഗോണ്ട് പറയുന്നുണ്ട്. പക്ഷെ അവൻ വേറെയാ പറയുന്നത്, നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ കയറ്റാണ്. ശങ്കറിൻ്റെ ഒരു പടം 7, 8, 9 വർഷം എടുക്കുന്നതിൻ്റെ കുറേ പോരായ്മകൾ സത്യത്തിൽ അത് കാണാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പാതിക്ക് വെച്ച് പോവുകയും ചെയ്യും, വേറെ പടത്തിന് പോവുകയും ചെയ്യും. അത് ഈ പടത്തിന് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് അടുത്ത വർഷം 3 ഇറങ്ങുമ്പോൾ ഈ പേരങ്ങ് മാറിക്കിട്ടും. കാരണം ട്രെയിലർ അതുപോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മറക്കരുത്. എൻ്റെ എല്ലാത്തിൻ്റെ മറുപടി 2025. ഞാൻ കൂടുതലായിട്ട് ഈ പടത്തിനെ കുറിച്ച് എടുത്ത് പറയുന്നതില്ല. നിങ്ങൾ പോയി കാണണം, പടം എന്തായാലും പോയി കാണണം, കണ്ടിട്ട് കമന്റ് ഇടണം. ഓക്കെ ബൈ. നമ്മുടെ റിവ്യൂ ഇതൊക്കെയാണ്. നമ്മൾ കണ്ട അഭിപ്രായം പറയുന്നത്. ഇത്രയ്ക്ക് ട്രോളാൻ മാത്രമൊന്നുമില്ല. പിന്നെ പുള്ളിയുടെ കുറെ ആവശ്യമില്ലാത്ത സിക്സ് പാക്കും ഈ പറയുന്ന കുതിരയും കോപ്രായങ്ങളും ഇതൊക്കെ ശങ്കർ അതൊക്കെ എടുത്ത് കളഞ്ഞായിരുന്നു. അല്ലാത്ത സീക്വൻസ് ആണ്. ആ ഒരു ഇന്ത്യൻ വന്ന് കണ്ടവർക്ക് മനസ്സിലാവും. പുള്ളി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സുഭാഷ് ചന്ദ്രബോസ് ആ ഒരു സീനിൽ എടുത്ത് ചെയ്യുന്ന സാധനം പുള്ളി ഇന്ന് വന്ന് സൂപ്പർ ഹീറോ ടൈപ്പിലൊക്കെ ചെയ്യുമ്പോൾ ചിലവർക്കൊന്നും പിടിച്ചെന്ന് വരത്തില്ല. കാരണം അത് അത്രയും നല്ലൊരാൾ ചെയ്ത് വെച്ചേക്കുന്ന പടം അത് അവർക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിൽ കാണുന്നവർക്കാണ് സിനിമ ഇത് കൊള്ളൂല മൊത്തത്തിൽ കൊള്ളൂല എന്നൊരിത് വരുന്നത്. ഫസ്റ്റ് ഹാഫ് വരെ വലിയ കുഴപ്പമില്ല, ആ ഒരു നാച്ചുറൽ ആയിട്ടൊരു പടം എങ്ങനെ പോകണം ആ ഒരു ബേസിൽ അത് പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് തൊട്ടാണ് ചുമ്മാ ഈ മർമാണി കളരിപ്പേറ്റ് ഇതൊക്കെ കയറി വന്നപ്പം മൊത്തത്തിൽ ക്ലാഷ് ആയിപ്പോയി. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾ കണ്ടോ? ഇത് അടുത്ത വട്ടം ഈ തേടി എസ് സൂര്യ കലക്കാൻ പോവും. സൂപ്പറായിട്ട് കലക്കും. അങ്ങേര് കൊണ്ടുപോകും. അത് നിങ്ങൾക്ക് പടം സത്യം പറഞ്ഞ കുത്തിയിരുന്ന് കാണണം. ഈ പടം ഒരു വാലി ലുക്ക് ഉണ്ടെങ്കിലും അങ്ങേരെ ഒരു വില്ലനാണ്, അത് മനസ്സിലാക്കും. പൊളിക്കുക, അതെനിക്ക് ഉറപ്പാ. ഇപ്പൊ അല്ല, ഞാനിത് പറയുന്നത് പോലും ചിലപ്പം ഇത് ചില ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അത് തേടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ ബൈ, ലവ് യു.